തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം വാർഡ് LDF സ്ഥാനാർത്ഥി ആർ അമൃതയ്ക്കൊപ്പം നമ്മുടെ പ്രതിനിധി മാനസ് കൂടി ചേരുകയാണ്. മാനസ, എന്തൊക്കെയാണ് അമൃതയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ, ആ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചോട്ടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട പ്രചരണം LDF സജീവമായി തുടരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ശാസ്തമംഗലം വാർഡിലാണ്. ശാസ്തമംഗലം വാർഡിലെ LDF സ്ഥാനാർത്ഥിയും പ്രചരണം ഇവിടെ ചൂടേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രാവിലെ തന്നെ ആളുകളെ കണ്ടും അതോടൊപ്പം തന്നെ വീടുകൾ കയറിയും വോട്ട് അഭ്യർത്ഥന നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. സ്ഥാനാർത്ഥിയുടെ പേര് അമൃതയാണ്. സ്ഥാനാർത്ഥിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ടെക്കി കൂടിയാണ്. ആ ഒരു ടെക്കിയിൽ നിന്നുമാണ് ജനപ്രതിനിധിയിലേക്ക് പോകുന്നത്. എങ്ങനെ കാണും? വളരെ സന്തോഷത്തോടെയാണ് ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചൊരു അവസരത്തെ കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വാർഡ് തിരിച്ചു പിടിക്കാനാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. അതിനേക്കായുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയല്ലേ? ഉറപ്പായും നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്നുള്ള നല്ല ഉറപ്പുള്ള വിശ്വാസത്തോടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ ആയിരിക്കും ശാസ്തമംഗലം വാർഡ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തെക്കിയിൽ നിന്നും ജനപ്രതിനിധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ വലിയൊരു ഉത്തരവാദിത്വമാണ്. ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ പരാതികളൊക്കെയും തന്നെ കേൾക്കാനുള്ള ഒരു മുന്നോട്ടുള്ള പോക്കാണ്. ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ഇതിലൂടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ ബാലസംഘത്തിലൂടെ ആയാലും കോളേജ് യൂണിയൻ്റെ SFIയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോഴൊക്കെയും എനിക്ക് ഈ പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും ഒരു ആദ്യമായി കാണുന്നില്ല. അതോടൊപ്പം എൻ്റെ കുടുംബപരമായിട്ടായാലും പാർട്ടികളുള്ളതാണ്. അപ്പം ഞാൻ കണ്ടു തന്നെയാണ് ഓരോ പ്രവർത്തനങ്ങളും വളർന്നു വന്നത്. അപ്പോൾ ഇപ്പം കോവിഡ് സമയത്തായാലും പ്രളയ സമയത്തായാലും ഒരുപാട് വോളണ്ടിയറിങ് പരിപാടികളും NGOയിലും ഒക്കെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതും വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ജനങ്ങളിലേക്ക് എത്താൻ നോക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ കൂടുതലും യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയായിരുന്നു. അമൃതയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പട്ടികയിൽ ഇടം പിടിച്ച ഒരു യുവ നേതാവ് കൂടിയാണ്. എങ്ങനെയാണ്? വളരെ സന്തോഷം തോന്നി. കാരണം മുതിർന്ന നേതാക്കൾക്കൊപ്പം നമ്മളെയും പരിഗണിക്കുന്നതിൽ ഒരുപാട് സന്തോഷവും ബഹുമാനവും ഭയങ്കര ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ നിൽക്കുന്നത്. മറ്റൊന്ന്, LDFനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ഒരു കടമ്പയായിരിക്കില്ല. കാരണം വികസന നേട്ടങ്ങൾ എണ്ണി പറയാനുണ്ട്. 10 വർഷത്തോളമായി വികസന മുഖത്ത് തന്നെയാണുള്ളത്. എന്തൊക്കെയാണ് ആളുകളിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ ആളുകൾ നമ്മളോട് പറയുന്നത്? ഒരുപാട് നല്ല വികസനം, നമുക്ക് എണ്ണിയാൽ തീരത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 2 വർഷ കാലയളവിൽ പിണറായി സർക്കാരിൻ്റെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരസഭയായാലും ഒരുപാട് നല്ല സ്മാർട്ട് സിറ്റി പദ്ധതി, ഒരുപാട് പദ്ധതികളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഭയങ്കര നല്ല റെസ്പോൺസാണ് എല്ലാവരിലേക്കും കിട്ടുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് പ്രചരണങ്ങളൊക്കെ? ആദ്യഘട്ട പ്രചരണമാണ് രാവിലെ തന്നെ ഇറങ്ങുന്നത്. രാവിലെ ആദ്യഘട്ടം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. വീടുകളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഈ വീടുകളിലേക്ക് രാവിലെ വരുന്നുണ്ട്, പിന്നെ ഉച്ചയ്ക്കും വരും, പിന്നെ വൈകുന്നേരം പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ജനങ്ങളിലേക്ക് കാണാനാണ് ശ്രമിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. ഏതായാലും അമൃതയും ഇവിടെ പ്രചരണം സജീവമായി തുടരുന്നു. ജനപ്രതിനിധികളെ കണ്ട് ഓരോ വോട്ടും ഉറപ്പിച്ച് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.